ദേശീയ രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് അട്ടിമറി ആരോപണം. രാഹുൽ ഗാന്ധി ഇന്നലെ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ച ക്രമക്കേടുകൾ തൃശൂരിലും നടന്നിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ ആരോപിച്ചു. പ്രതികരണത്തിലേക്ക്. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ക്രമക്കേട് ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ തൃശൂരിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ഈ തൃശൂരിലും ആ സാഹചര്യം ബാധകമാണോ ഈ ആരോപണം? തീർച്ചയായിട്ടും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ തൃശ്ശൂരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം 2024 മാർച്ച് മാസം 25-ാം തീയതി ഞങ്ങൾ കൊടുത്തൊരു പരാതിയുണ്ട്. ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങളാണ് ബാംഗ്ലൂരിലെ മണ്ഡലത്തിൽ സംഭവിച്ചതായിട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. അന്ന് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള ധാരാളം വോട്ടർമാരെ വോട്ട് ചേർക്കാനുള്ള വളരെ ലിബറലായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വ്യാപകമായി വോട്ടുകൾ ചേർത്തി. സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളുടെ പേരിലൊക്കെ വോട്ടുണ്ടായിരുന്നു. അവരിപ്പോഴും ഇവിടെ സ്ഥിരതാമസക്കാരല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം തന്നെ പറഞ്ഞാൽ, ഇപ്പോൾ സ്ഥാനാർത്ഥി തന്നെ ഇവിടെ സ്ഥിരതാമസക്കാരനാണെന്ന് പറഞ്ഞിട്ടാണല്ലോ വോട്ട് ചെയ്തത്, ഇവിടെ ചേർത്തത്. അദ്ദേഹം സ്ഥിരതാമസം ഉണ്ടോ? അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെ സ്ഥിരതാമസം ഉണ്ടോ? അദ്ദേഹത്തിന് അനുജൻ ഇവിടെ സ്ഥിരതാമസം ഉണ്ടോ? അദ്ദേഹത്തിന് ഡ്രൈവർ ഇവിടെ സ്ഥിരതാമസം ഉണ്ടോ? അപ്പോൾ നമ്മൾ അകലേക്കൊന്നും പോകണ്ടല്ലോ. അതൊരു അവകാശമാണെന്ന് പറയാം. അവർക്ക് വേണമെങ്കിൽ അവരിവിടെ, അങ്ങനെയാണെങ്കിൽ കെ മുരളീധരൻ ഇവിടെ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ വോട്ട് ഇങ്ങോട്ടേക്ക് മാറ്റിയില്ലല്ലോ. അദ്ദേഹം വോട്ട് ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോയിട്ടാണല്ലോ അദ്ദേഹം വോട്ട് ചെയ്തത്. അന്നത്തെ ജില്ലാ കളക്ടർ BJPക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ? അന്നത്തെ ജില്ലാ കളക്ടറെ പറ്റി ഞാൻ വളരെ സംശയത്തോടു കൂടി തന്നെ വീക്ഷിക്കുന്ന ഒരാളാണ്. അന്ന് ജില്ലാ കളക്ടർ വളരെ മാന്യനായിട്ടാണ് നമുക്ക് തോന്നിയത്. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നില്ല അദ്ദേഹം അത്ര നല്ല മാന്യനായിരുന്നു തോന്നുന്നു. കാരണം അദ്ദേഹം ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടെണ്ണി വിജയിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം BJPയുടെ അലയൻസ് ഗവൺമെൻറ്റിൻ്റെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം ഇപ്പോൾ അവിടേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ കൂട്ടി വായിക്കുമ്പോൾ പലതും നമുക്ക് മനസ്സിലാവും. എന്തായാലും ഗുരുതരമായ ആരോപണങ്ങളാണ് VS സുനിൽകുമാർ മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത പരാതി അടക്കം പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. അതിനിടെ തൃശൂരിലെ വോട്ടർ പട്ടികയിൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആവശ്യപ്പെട്ടു. ആ പ്രതികരണം കൂടി കേൾക്കാം. തൃശ്ശൂർ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടന്ന അട്ടിമറിയെക്കുറിച്ച് കൂടി ഉറപ്പായി അന്വേഷിക്കണം. ധാരാളം പരാതികൾ തൃശ്ശൂരിൽ BJPക്കാർ, സംഘപരിവാറുകാർ തെറ്റായ രീതിയിൽ വോട്ട് ചേർത്തു എന്നുള്ള പരാതി ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടി ഗൗരവതരമായി അന്വേഷിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് ബംഗളൂരുവിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി. ഇലക്ഷൻ കമ്മീഷൻ BJPക്ക് വേണ്ടി പണിയെടുക്കരുത് എന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. महादेवापुरा में 6.5 लाख वोट हैं असेंबली में, और उसमें से 1,250,000 वोट चोरी किए गए हैं. मतलब 6 में से 1 वोट इन्होंने चोरी किया है. 5 तरीके से चोरी की गई है. डुप्लीकेट वोटर, मतलब एक वोटर अनेक बार वोटिंग कर रहा है. वोट देने का अधिकार उसको बेंगलोर में है, लखनऊ में है, वाराणसी में है, अलग अलग जगह देश में ये लोग वोट डालने के लिए ऑथराइज्ड हैं. അതേസമയം രാഹുലിന്റെ ആരോപണങ്ങൾ തള്ളുകയാണ് BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും. നമ്മുടെ പ്രതിനിധികൾ വിനീത VG ഒപ്പം സൂരജ് സജി തത്സമയം സൂപ്പർ 4@4. ആദ്യം വിനീത VGയിലേക്ക്. വിനീത, ഇന്നിപ്പോൾ ബംഗളൂരുവിൽ നമ്മൾ കണ്ടത് വലിയൊരു പ്രതിഷേധ റാലിയാണ്. അതിൽ ഇന്ത്യ സഖ്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കുകയാണ്. ഇന്നും വിമർശനങ്ങൾ ആവർത്തിക്കുന്നു. ഒപ്പം ചില ചോദ്യങ്ങൾ കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വീണ്ടും ചോദിച്ചിരിക്കുകയാണ്. ഇതിലെന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്? അദ്ദേഹം ഈ തെളിവുകളുമായി ചെല്ലണം, അത് ഒപ്പിട്ട് നൽകുക തുടങ്ങിയ കാര്യങ്ങൾ പറയുമ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് താനൊരു പൊതുപ്രവർത്തകനാണ്, ഈ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണ് എന്നുണ്ടെങ്കിൽ തനിക്കെതിരെ നടപടി കൈക്കൊള്ളൂ എന്ന് പറയുകയാണ്. എങ്ങോട്ടാണ് ഇതിന്റെ പോക്ക്? ഗുരുതരമായ ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. തീർച്ചയായും അനുജ, ഈ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും നേർക്കുനേർ നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഈ ആരോപണങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ തെളിവുമായി വരണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗം. പക്ഷേ അതേസമയം ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ തനിക്കെതിരെ കേസ് എടുത്തുകൊള്ളൂ എന്ന് രാഹുൽ ഗാന്ധിയും പറയുന്നുണ്ട്. ഏതാണെങ്കിലും അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തൃണമൂൽ കോൺഗ്രസ് ഒക്കെ ഇന്ത്യ മുന്നണിയിൽ നിന്നും അത്രത്തോളം ഒരു വിയോജിപ്പും ഒക്കെയായി
നിന്നിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷേ ഈ രാഹുൽ ഗാന്ധിയുടെ ഇലക്ഷൻ കമ്മീഷനെതിരെയുള്ള ഈ ആരോപണങ്ങൾ വന്നൊരു ഘട്ടത്തിൽ ഒറ്റക്കെട്ടായി ഈ ആരോപണത്തെ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നൊരു തീരുമാനം തന്നെയാണ് ഇന്ത്യ മുന്നണിയിലെ നേതാക്കളും കൈക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ഇന്ത്യ മുന്നണി നേതാക്കൾക്കായി പ്രത്യേകം ഒരു യോഗമൊക്കെ തന്നെ ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ യോഗത്തിൽ ഏറ്റവും പ്രധാനമായും ഈ രാഹുൽ ഗാന്ധി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അതൊക്കെ ഓരോ നേതാക്കൾക്കും വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം വിശദീകരിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ആരോപണങ്ങൾ വരും ദിവസവും പാർലമെന്റിലേക്കടക്കം എത്തിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. അതേസമയം രാഹുൽ ഗാന്ധി മിസ്ലീഡിംഗ് ചെയ്യുന്നു, തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യ പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നത്. ഈ ആരോപണങ്ങളെ പാടെ തള്ളുക തന്നെയാണ് BJPയും ചെയ്യുന്നത്. ഇത്തരം ആരോപണങ്ങൾക്ക് മുഖം കൊടുക്കേണ്ടതില്ല, മുഖവിലയ്ക്ക് എടുക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു ഇന്ന് പ്രഹ്ലാദ് ജോഷി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ പറയുന്നൊരു മറ്റൊരു ആരോപണം BJP പറയുന്നത് ഈ രാജീവ് ഗാന്ധി അന്ന് കൊല്ലപ്പെട്ടപ്പോൾ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച പാർട്ടിയാണ് കോൺഗ്രസ്. അവർ പറയുന്നത് നമ്മൾ മുഖവിലക്കെടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതായിരുന്നു BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണമായി വന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലെ അതോടൊപ്പം തന്നെ BJP നേതാവ് സംബിത് പാത്ര വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അടിക്കടി ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് പരാജയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അദ്ദേഹത്തെ അതിന്റെ ഉത്കണ്ഠയിലാണ്, അദ്ദേഹം നിരാശയുടെ കൊടുമുടിയിലാണ് രാഹുൽ ഗാന്ധി എന്നുള്ളതായിരുന്നു BJP ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതാണെങ്കിലും തിങ്കളാഴ്ച ഈ ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ ശക്തമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ. ഇന്ന് നമ്മളിപ്പോൾ ബാംഗ്ലൂരിൽ കണ്ടതുപോലെ, അവിടത്തെ ഫ്രീഡം ഗ്രൗണ്ടിൽ കണ്ടതുപോലെ ഇന്ത്യ മുന്നണി നേതാക്കളൊക്കെ തന്നെ അതിൽ പങ്കെടുക്കും. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ അതിൽ കൃത്യമായിട്ടുള്ളൊരു വിശദീകരണമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് നടപടികളോ ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം.